നമസ്കാരം, ഹാപ്പി ഹാർട്ട്സ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നെക്സ്റ്റ് വരുന്നത് പഞ്ചാടി, ദ 5 സ്റ്റെപ്പ് ലേണിംഗ് പ്രോസസ്. പഞ്ചാടി മോണ്ടിസോറിയിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ടേം ആണ്. പഞ്ചാടി എന്ന് പറഞ്ഞാൽ എന്താ? ദ 5 സ്റ്റെപ്പ് ഓഫ് ലേണിംഗ് പ്രോസസ്. It offers a comprehensive framework for educators to develop effective lesson plan, teachers, learning strategies and assignment methods. പഞ്ചാബിലൂടെ ടീച്ചേഴ്സിന് ഒരു ക്ലിയർ പിക്ചർ കിട്ടും. ഒരു ആനുവൽ പ്ലാനിൽ നമുക്ക് കുട്ടികളെ എന്തൊക്കെയാ പഠിപ്പിക്കേണ്ടേ എല്ലാ കാര്യത്തിനെ പറ്റിയും ഒരു കറക്റ്റ് ഒരു അസസ്മെന്റ് കിട്ടും. ഓക്കെ, അപ്പൊ പഞ്ചാബിയിൽ വരുന്ന 5 സ്റ്റെപ്പ് ലേണിംഗ് പ്രോസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിഥി, ബുദ്ധ്, അഭ്യാസ്, പ്രയോഗ്, പ്രസാർ. അതാണ് 5 സ്റ്റെപ്പ് ലേണിംഗ് പ്രോസസ് വരുന്നത്. അതിൽ അതിഥി എന്ന് പറഞ്ഞാൽ എന്താ? ഇൻട്രൊഡക്ഷൻ സ്റ്റേജിനെയാണ് അതിഥി എന്ന് പറയുന്നത്. As a new concept by establishing a connection with the children's prior knowledge. Children gather relevant information regarding the new topic with the help of teacher by asking questions, exploring and experiment with ideas and materials. അതിഥി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ന്യൂ കൺസെപ്റ്റ് കുട്ടികളിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് ടൈം ഒരു ന്യൂ കൺസെപ്റ്റ് എങ്ങനെ കുട്ടികൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം എന്നതിനെ പറ്റിയാണ് അതിഥി ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ വരുന്നത്. ടീച്ചർ ബൈ ആസ്കിങ് ക്വസ്റ്റ്യൻസ്, എക്സ്പ്ലോറിങ്, എക്സ്പെരിമെന്റ്, ഐഡിയാസ് ആൻഡ് മെറ്റീരിയൽസ്. ടീച്ചർ ഓരോ മെറ്റീരിയൽ ഇൻട്രൊഡ്യൂസ് ചെയ്യും, ക്വസ്റ്റ്യൻസ് ആസ്ക് ചെയ്യും, അങ്ങനെ കുട്ടികൾക്ക് ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട് കൊടുക്കും. അതാണ് അതിഥി. ബോത്ത് കൺസെപ്ച്വൽ അണ്ടർസ്റ്റാൻഡിങ്. Children try to understand core concept through play, inquiry, experiment, discussion or reading in the second step. സെക്കൻഡ് സ്റ്റെപ്പാണ് വരുന്നത് ബോത്ത് എന്ന് പറഞ്ഞാൽ എന്താ? കൺസെപ്ച്വൽ അണ്ടർസ്റ്റാൻഡിങ്. നമ്മൾ എന്താണോ പഠിപ്പിക്കുന്നത് ആ കൺസെപ്റ്റിനെ പറ്റി കുട്ടികൾക്ക് ഒരു അണ്ടർസ്റ്റാൻഡിങ് വരാൻ വേണ്ടിയിട്ടാണ് ഈ സെക്കൻഡ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അപ്പം അതിലെ സെക്കൻഡ് സ്റ്റെപ്പായ ബോധ് വരുന്നത് നമുക്ക് കൺസെപ്ച്വൽ അണ്ടർസ്റ്റാൻഡിങ് ആണ്. അതായത് കുട്ടികൾക്ക് എങ്ങനെ നമ്മളെ കൺസെപ്റ്റ് പഠിപ്പിച്ചു കൊടുക്കാവുന്നതിനെ പറ്റിയിട്ടാണ്. അതായത് നമുക്ക് എങ്ങനെയൊക്കെ പഠിപ്പിക്കാം? ഒരു പ്ലേയിലൂടെ പഠിപ്പിക്കാം, കളിയിലൂടെ പഠിപ്പിക്കാം, ദെൻ എക്സ്പെരിമെന്റിലൂടെ പഠിപ്പിക്കാം, എൻക്വയറിയിലൂടെ പഠിപ്പിക്കാം. Then next one, അഭ്യാസ്. അഭ്യാസ് എന്ന് പറഞ്ഞാൽ എന്താ? അത് പ്രാക്ടീസ്. അഭ്യാസ് മീൻസ് പ്രാക്ടീസ്. The third step is about practice to strengthen understanding and skills through the range of interesting activities. നമ്മൾ പഠിച്ച കാര്യങ്ങൾ കുട്ടികൾക്ക് ഇപ്പോൾ കൺസെപ്റ്റിൽ നമ്മൾ പഠിപ്പിച്ചു കാര്യങ്ങൾ, അത് എങ്ങനെ കുട്ടികൾക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യിപ്പിക്കാം അതിനെ പറ്റിയിട്ടാണ് അഭ്യാസിൽ വരുന്നത്. കുട്ടികൾക്ക് ക്ലിയർ ആയിട്ട് അതിനെപ്പറ്റി തറവായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് അവരുടെ സ്കില്ലും സ്ട്രെങ്തനും ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിൽ നമുക്ക് അവരെ കൊണ്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യിപ്പിക്കാം, നമ്മൾ പഠിച്ച സബ്ജക്റ്റ് മറക്കാതിരിക്കാൻ അവരുടെ ബ്രെയിൻ ഡെവലപ്മെന്റിനും കാര്യങ്ങളൊക്കെ വേണ്ടി നമുക്ക് എങ്ങനെ ക്ലിയർ ആയിട്ടുള്ള ഒരു പിക്ചർ കൊടുക്കുക എന്നാണ് അഭ്യാസിൽ പറയുന്നത്. The teacher can organize group work or small project to understanding conceptual. The teacher can organize group work or small project to strengthening conceptual understanding. അപ്പോൾ ടീച്ചർക്ക് എന്തൊക്കെ കൊടുക്കാം? ഒരു സ്മോൾ ഗ്രൂപ്പ് വർക്കോ ഗ്രൂപ്പ് ഡിസ്കഷനോ ഒക്കെ കൊടുത്തിട്ട് ഈ പഠിപ്പിച്ച കാര്യങ്ങൾ, പഠിപ്പിച്ച കൺസെപ്റ്റ് നമുക്ക് ഒന്നും കൂടി അവരെ കൊണ്ട് പ്രാക്ടീസ് ചെയ്ത് അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യിപ്പിക്കാൻ പറ്റും. അതാണ് അഭ്യാസിൽ വരുന്നത്. തേർഡ് സ്റ്റെപ്പാണ് പഞ്ചാടിയിലെ തേർഡ് സ്റ്റെപ്പാണ് അഭ്യാസ്. ദെൻ ഫോർത്ത് വൺ ഈസ് പ്രയോഗ്. Prayog means application. The fourth step is about application, the acquired understanding in the children's everyday life. അപ്പോൾ ഫോർത്ത് സ്റ്റെപ്പ് എന്താ പറയുന്നത്? ആപ്ലിക്കേഷൻ ആണ്. ഈ നമ്മൾ പഠിച്ച കാര്യം ഈ ഡെയിലി ലൈഫിൽ നമുക്ക് എവിടെയാണോ അപ്ലൈ ചെയ്യാൻ പറ്റാന്ന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. അതാണ് പ്രയോഗ് ആപ്ലിക്കേഷനിൽ വരുന്നത്. നെക്സ്റ്റ് ഇനി ഫിഫ്ത്ത് വൺ എന്താ? പ്രസാർ, എക്സ്പാൻഷൻ. പ്രസാർ മീൻസ് എക്സ്പാൻഷൻ. The fifth step is about spreading the acquired understanding through conversation with friends and telling each other new stories, singing new songs, reading with each other. For each and every new topic learned. അപ്പോൾ നെക്സ്റ്റ് എന്താ പറയുന്നത്? പ്രസാറിലെ പ്രസാർ എന്ന് പറഞ്ഞാൽ എക്സ്പാൻഷനിൽ എന്താ പറയുന്നത്? നമ്മൾ എന്താണോ പഠിച്ച് ഇപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇൻട്രൊഡക്ഷൻ കിട്ടി, ദെൻ കൺസെപ്റ്റ് മനസ്സിലായി, അത് നമ്മൾ പ്രാക്ടീസ് ചെയ്തു. ഇനി അത് ഡെയിലി ലൈഫിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് ആപ്ലിക്കേഷനിൽ പഠിച്ചു. നെക്സ്റ്റ് ആണ് എക്സ്പാൻഷൻ ത്രൂ കോൺവെർസേഷൻ. നമുക്ക് ഫ്രണ്ട്സ് ഗ്രൂപ്പ് ഡിസ്കഷനിലൂടെയും ഫ്രണ്ട്സിനായിട്ടുള്ള ഒരു കോൺവെർസേഷനിലൂടെയും നമ്മൾ പഠിച്ച കാര്യങ്ങൾ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. കുട്ടികൾക്ക് അങ്ങനെ എക്സ്പാൻഡ് ചെയ്യാനുള്ള ഒരു അവസരം കൂടി ഉണ്ടാക്കി കൊടുക്കണം. അപ്പോഴേ അവർക്ക് പഠിച്ചത് ക്ലിയർ ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുള്ളൂ.
അതാണ് ഈ 5 സ്റ്റെപ്പ് വരുന്നത്. പഠിച്ച കാര്യങ്ങൾ മറ്റു കുട്ടികൾക്ക് ചിൽഡ്രൻസിന് ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ വെച്ചാൽ ഇൻഡിവിജ്വൽ ആയിട്ട് അവർ എന്തൊക്കെ പഠിച്ചു എന്ന് മറ്റുള്ള കുട്ടികൾക്ക് എക്സ്പാൻഡ് ചെയ്തത് കൊടുക്കാൻ പറ്റും. അതിലൂടെ അവർക്ക് ഒന്നുകൂടി ക്ലിയർ ആയിട്ടുള്ള ഒരു പിക്ചർ കിട്ടും, എന്താ പഠിച്ചെന്നുള്ളതിന്റെ ക്ലിയർ ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടും. ഓക്കെ, ഇതാണ് പഞ്ചാടിയിൽ വരുന്ന 5 സ്റ്റെപ്സ്. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ മോണ്ടിസോറി എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത കാര്യങ്ങൾ വെച്ചിട്ട് ബേസ് ചെയ്തിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്തത്. എല്ലാവർക്കും ഇത് കറക്റ്റായിട്ട് ക്ലിയർ ആയിട്ട് മനസ്സിലായോ എന്ന് എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നത്. ഇങ്ങനെ ഇതെല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. ശരി, ഓക്കെ, താങ്ക് യു.